ഈ ആലപ്പുഴയിൽ സംഭവിക്കുന്നത് എന്താണെന്നോ? അവിടെ കോൺഗ്രസിൽ വൻ പൊട്ടിത്തെറിയാണ്. കുട്ടനാട് സീറ്റ് കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിന് നൽകിയതിൽ പ്രതിഷേധിച്ച് കൂട്ടരാജി. DCC വൈസ് പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ച സജി ജോസഫ് വിമത സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചു. DCC ജനറൽ സെക്രട്ടറി K ഗോപകുമാറും രാജിവെച്ചു. പാർട്ടിയിൽ നിന്ന് കൂടുതൽ പേർ രാജിവെക്കുമെന്ന സജി ജോസഫ് വൈകാരികമായി പ്രതികരിച്ചു. അദ്ദേഹത്തിന്റെ ആ പ്രതികരണം ഇവിടെ പലതവണ ആവശ്യപ്പെട്ടു, ഇവിടെ നല്ലൊരു ജനപ്രതിനിധി വേണം, നല്ല സ്ഥാനാർത്ഥികൾ വേണം എന്നൊക്കെ ആവശ്യപ്പെട്ടുകൊണ്ട് നിരവധി തവണ കോൺഗ്രസ് നേതൃത്വത്തെ, UDF നേതൃത്വത്തെ ഒക്കെ ഞങ്ങൾ സമീപിച്ചതാണ്. പലതവണ ഇതെല്ലാം അവഗണിക്കപ്പെട്ടു, പലതവണ പല പല കാരണങ്ങൾ കൊണ്ട് അവഗണിക്കപ്പെട്ടെങ്കിലും ഇത്തവണ നേതൃത്വം വളരെ ഉറപ്പ് തന്നിരുന്നതായിരുന്നു. കുട്ടനാടിനെ അറിയുന്ന കുട്ടനാട്ടുകാരനായിട്ടുള്ള ഒരു ജനപ്രതിനിധി ഉണ്ടാകും എന്ന് ഉറപ്പ് തന്ന, പേയ്മെന്റ് സീറ്റുകൾ ഉണ്ടാവില്ല എന്ന് ഉറപ്പ് തന്ന, കുറെ നാളുകളായിട്ട് കുട്ടനാട്ടിലെ ജനങ്ങളെല്ലാം ഉന്നയിച്ചതാണ്. പേയ്മെന്റ് സീറ്റ് കൊടുക്കരുത്, കുട്ടനാടിനെ വിൽക്കാൻ അനുവദിക്കരുത് എന്നുള്ള ആക്ഷേപങ്ങളൊക്കെ ഉണ്ടായപ്പോഴും അതിനെയെല്ലാം അവഗണിച്ചുകൊണ്ട് അത്തരം സമീപനങ്ങളുമായി മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ അത്തരമൊരു സാഹചര്യത്തിൽ കുട്ടനാടിന്റെ ജനങ്ങളുടെ ആത്മാഭിമാനം സംരക്ഷിക്കുന്നതിന് വേണ്ടിയാണ് ഞാൻ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത്. അമ്പലപ്പുഴയിലും കോൺഗ്രസിന് വിമത ഭീഷണിയുണ്ട്. യൂത്ത് കോൺഗ്രസ് അമ്പലപ്പുഴ മണ്ഡലം സെക്രട്ടറി ഷാനു ഭൂട്ടോ മത്സരിക്കും. മണ്ഡലത്തിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ മത്സരിപ്പിക്കാത്തതിൽ പ്രതിഷേധിച്ചാണ് നീക്കം. മനീഷ് മഹിബാൽ ചേരുന്നു ആലപ്പുഴയിൽ നിന്നും. മനീഷ്, തെരഞ്ഞെടുപ്പ് ഗോധയിൽ നിന്ന് ഇന്ന് കണ്ട ഒരു കണ്ണീർ കാഴ്ച കുട്ടനാട് നിന്നായിരുന്നു. പൊട്ടിത്തെറിച്ചുകൊണ്ട് പുറത്തു വന്ന സജി ജോസഫ് പൊട്ടിക്കരഞ്ഞുകൊണ്ടാണ് മാധ്യമങ്ങൾക്ക് മുന്നിൽ പ്രതികരിച്ചത്. അമ്പലപ്പുഴയിലും വ്യത്യസ്ത കാഴ്ചയല്ല. വിമതരെല്ലാം മത്സരിക്കാൻ ഉറപ്പിച്ചോ? റോഷൻ, നിലവിൽ ആലപ്പുഴ കോൺഗ്രസിൽ മുൻപെങ്കും ഇല്ലാത്ത തരത്തിലുള്ള വലിയ പ്രതിസന്ധിയാണ്. നേരത്തെ കുട്ടനാട് സീറ്റ് കേരള കോൺഗ്രസ് ജോസഫിൽ നിന്ന് ഏറ്റെടുക്കുമെന്ന് നേരത്തെ തന്നെ നേതൃത്വം അറിയിച്ചിരുന്നു. നേരത്തെ അവിടെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആകെ ഒരു തവണ മാത്രമാണ് കുട്ടനാട്ടിൽ മത്സരിച്ചിട്ടുള്ളത്. പക്ഷേ നേതാക്കൾ വഞ്ചിച്ചു, പണക്കാർക്ക് വേണ്ടിയിട്ടുള്ള അവരുടെ പണക്കിഴിക്ക് മുൻപിൽ കുട്ടനാട് സീറ്റ് പണയം വെച്ചു എന്ന ഗുരുതരമായ ആരോപണം ഉന്നയിച്ചുകൊണ്ടാണ് PCCയുടെ വൈസ് പ്രസിഡന്റ് സജി ജോസഫ് അടക്കം നിലവിൽ 10 നേതാക്കളാണ് പാർട്ടി വിട്ട് നിലവിൽ വിമത നീക്കവുമായി കുട്ടനാട്ടിൽ വരുന്നത്. കുട്ടനാട്ടിൽ നിലവിൽ അവിടെ ഒരു വിമത സ്ഥാനാർത്ഥിയെ മത്സരിക്കും. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ആ സ്ഥാനാർത്ഥിത്വം, അതായത് കേരള കോൺഗ്രസ് ജോസഫിൽ ഉള്ള മത്സരിക്കുന്ന സ്ഥാനാർത്ഥിക്കെതിരെ, അത് റജി ചെറിയാനാണ്, വ്യവസായിയാണ്, അദ്ദേഹത്തിനെതിരെ നിലവിൽ പേയ്മെന്റ് സീറ്റ് അടക്കമുള്ള ആരോപണങ്ങളുണ്ട്. പക്ഷേ അതിന് മറുപടിയായി റജി ചെറിയാൻ പറയുന്നത് ആരോപണങ്ങൾ തെളിയിക്കാൻ കഴിയുമെങ്കിൽ താൻ ഈ സ്ഥാനാർത്ഥിത്വത്തിൽ നിന്ന് പിന്മാറാമെന്ന അടക്കമുള്ള കാര്യങ്ങളാണ്. മറ്റൊരു സ്ഥലത്ത് വെല്ലുവിളി അമ്പലപ്പുഴയിലാണ്. അവിടെ G സുധാകരൻ നടത്തിയിട്ടുള്ള പിണറായി വിജയനെ പുകഴ്ത്തിയുള്ള പരാമർശമടക്കം അമ്പലപ്പുഴയിൽ വലിയ പ്രതിസന്ധി, അല്ലെങ്കിൽ അത് ഉൾപാർട്ടി ഇപ്പോൾ ഒരു കോൺഗ്രസിനുണ്ട്. കോൺഗ്രസ് സ്ഥാനാർത്ഥി ഇല്ലാതെ അമ്പലപ്പുഴയിൽ G സുധാകരന് UDFിൽ പിന്തുണ കൊടുക്കുന്നതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് നിലവിൽ യൂത്ത് കോൺഗ്രസിന്റെ അമ്പലപ്പുഴ മണ്ഡലം സെക്രട്ടറി കൂടിയായിട്ടുള്ള ഷാനു ഭൂട്ടോ മത്സരിക്കും, റിബൽ സ്ഥാനാർത്ഥിയായി വരുമെന്ന് പറയുന്നത്. നിലവിൽ അമ്പലപ്പുഴയിലും കുട്ടനാട്ടിലും അസാധാരണമായ പ്രതിസന്ധി മുൻകാലങ്ങളിൽ ഒന്നും ഇല്ലാത്ത തരത്തിലാണ് വന്നിട്ടുള്ളത്. അത് DCCക്ക് അടക്കം വലിയ തരത്തിൽ എങ്ങനെ അത് തരണം ചെയ്യുന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും നിലവിൽ അനുനയ നീക്കം അടക്കം ഈ സജി ജോസഫിനെ പിൻവലിക്കാൻ, അല്ലെങ്കിൽ ആ പിന്മാറ്റാനുള്ള നീക്കം നടക്കുന്നുണ്ട്. നിലവിൽ പക്ഷേ രാജിവെച്ചു, തന്റെ തീരുമാനം ഉറച്ച നിലപാടാണെന്ന കാര്യത്തിൽ സജി ജോസഫ് ഉറച്ചു നിൽക്കുകയാണ്. ഇനി കുട്ടനാട്ടിൽ സജി ജോസഫിനൊപ്പം എത്ര കോൺഗ്രസ് പ്രവർത്തകർ നിലകൊള്ളും എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കൊടിക്കുന്ന് സുരേഷിനെ അനുകൂലിക്കുന്ന, കൊടിക്കുന്ന് സുരേഷിന്റെ വിഭാഗത്തിൽപ്പെട്ട അനുകൂലിക്കുന്ന വിഭാഗത്തിലുള്ള ആളാണ് സജി ജോസഫ്. സജി ജോസഫ് പറയുന്ന വരും ദിവസങ്ങളിൽ 300ഓളം പേർ രാജിവെച്ച്, കോൺഗ്രസിൽ നിന്ന് രാജിവെച്ച് തനിക്കൊപ്പം ചേർന്ന് റിബൽ ആയി നീങ്ങാനുള്ള നീക്കത്തിലേക്ക് എന്നാണ് അദ്ദേഹത്തിന്റെ നിലപാട് അറിയിക്കുന്നത്. എന്നാണെങ്കിലും അമ്പലപ്പുഴയിലും കുട്ടനാട്ടിലും അസാധാരണമായ പ്രതിസന്ധിയാണ് ആലപ്പുഴയിലുള്ളത്. ആലപ്പുഴയിൽ നിന്ന് മനീഷ് മഹിബാലാണ് വിശദാംശങ്ങൾ നൽകിയത്. പ്രേക്ഷകരെ, തെരഞ്ഞെടുപ്പ് വാർത്തകളാണ് ഓരോന്നായി നമ്മൾ പരിശോധിച്ചുകൊണ്ടിരിക്കുന്നത്.